നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വേഗം ചെന്നാ വള തിരിച്ചു വാങ്ങിക്കേ. എന്താ ഇത്? എടാ ഞാൻ പറയുന്ന കേക്ക് നീ. ഓ ചെല്ല്. എടാ പോടാ. എന്താമായി എങ്ങോട്ടാ ദീപകിനെ ഇത്ര ധൃതി പിടിച്ച് പറഞ്ഞു വിടുന്നത്? അത് ഞാനെതിരെ നിന്നോട് പറയുന്നേ. ഞങ്ങൾ അമ്മയ്ക്കും മോനൂടെ കുറെ കാര്യങ്ങൾ കാണും. അതൊക്കെ നിന്നെ ബോധിപ്പിക്കണോ? അല്ല നീ എന്തിനാ എന്റെ പിന്നാലെ വന്നത്? ഞാനും അത് അമ്മയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് തോന്നി ഞാൻ വന്നു. ദേ എന്നോട് തർക്കുത്തരം പറയാൻ മാത്രം ആളായോ നീ? അമ്മായിയൊക്കെ കണ്ടല്ലേ ഞാനും വളർന്നത്. അപ്പോ കുറച്ചൊക്കെ എന്റെ നാവിനും മൂർച്ച കാണില്ലേ? ഓ അല്ല നിന്റെ കൈ കിടന്ന വള നീ എവിടെയാ കൊണ്ടുപോയി കളഞ്ഞത്? ഓ ഒന്നും അറിയാത്തതുപോലെ. അമ്മായിക്ക് എന്താ തോന്നുന്നത്? എവിടെ ആയിരിക്കും ആ വള? എനിക്ക് നിന്നെയാ സംശയം. കൈ കിടന്ന വള പോയാൽ കല്യാണം മുടങ്ങുമെന്ന് അറിയാവുന്ന നീ നിന്റെ കയ്യിലെ വള ഒളിപ്പിച്ചു വെച്ചു. ആ കഥ കൊള്ളാം. അല്ല അമ്മായി ശരിക്കും ദീപകിനെ എവിടേക്കാ പറഞ്ഞു വിട്ടത്? അതെവിടേക്കെങ്കിലും ആവട്ടെ. ആദ്യം പിടിച്ചു തൂങ്ങാതെ നീ കാര്യം പറ. എവിടെയാ നീ ആ വള ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അമ്മായി ഒന്ന് വെയിറ്റ് ചെയ്യ്. പോറ്റി മഷിയിട്ട് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങിയില്ലേ? ഇനി ഏറിയ ഒരു 5-10 മിനിറ്റ്. ആരാ വള എടുത്തെന്ന് നമുക്ക് ഉടനെ അറിയാലോ. ഞാനാണ് എടുത്തെങ്കിൽ എന്റെ പേര് പോറ്റി പറയും. എനിക്ക് ടെൻഷനില്ല. അമ്മായിക്ക് ടെൻഷനുണ്ടോ? അമ്മായി പേടിക്കണ്ട കേട്ടോ. ധൈര്യമായിട്ടിരിക്കേ. ഇന്ന് നെഞ്ചുവേദനയൊന്നും ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവോ? എന്തെങ്കിലും നമ്പർ ഇടുവാണെങ്കിലേ പുതിയ നമ്പർ ഇടണേ അമ്മായി. അവളുടെ ഈ മുള്ളു വെച്ച വാക്കുകൾ കേൾക്കുമ്പോ എന്തോ മനസ്സിലായെന്ന് ഉറപ്പാ. കഴിയുന്നത്ര വേഗം ദീപക് ഇവിടെ എത്തിയില്ലെങ്കിൽ എല്ലാം തകിടം മറിയും. നീ എവിടെയാ? ഒന്ന് വേഗം വാടാ. അത്രയ്ക്ക് അർജന്റാ. ഇപ്പോ അവളെ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ എനിക്ക് മുട്ടും പണി കിട്ടും. ശരി പെട്ടെന്നോ. വള എടുക്ക, വേഗം എടുക്ക. ശരി. ചേച്ചിയുടെ പേടി കണ്ടോ? ചേച്ചി എടുത്ത് മാറ്റിയതാവാനാ സാധ്യത. എനിക്കും അതന്നെ തോന്നുന്നത്. ഇപ്പൊ അറിയാലോ സത്യം എന്താന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.